ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ഈ ഒരു ചെറിയ മന്ത്രം വെറും 11 തവണ ജപിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിച്ചാണോ ഈ മന്ത്രം ജപിച്ചത് അതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തിയിരിക്കും. അതല്ലെങ്കിൽ ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും തീരുമാനമാകാതെ കിടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയെങ്കിലും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും. ഏതാണ് ആ മന്ത്രം എന്ന് കാണുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഇന്ന് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത് എന്ന് നോക്കാം. ഇന്ന് സർവകാര്യസിദ്ധി യോഗം വരുന്ന അംഗാരക ചതുർത്ഥി ദിവസമാണ്. അമാവാസ, പൗർണമി എന്നീ തിഥികൾ കഴിഞ്ഞു വരുന്ന 4ാമത്തെ തിഥി ദിവസത്തെയാണ് ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും പൗർണമി കഴിഞ്ഞു വരുന്ന തിഥിയെ സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നു. സങ്കടഹരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഏത് വിഷമങ്ങളാണെങ്കിലും ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. എത്ര വലിയ വിഷമഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും ആ വിഷമഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ വിനായക ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിലെ സർവദോഷ പരിഹാരങ്ങൾക്കായും സർവകാര്യസിദ്ധിക്കായും അതുപോലെ തന്നെ സങ്കടങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തും ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഭഗവാനാണ് വിനായക ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും ആദ്യം വിനായക ഭഗവാനെയാണ് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത്. എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തികളും തടസ്സമില്ലാതെ നടന്നു കിട്ടുവാനായി വിനായക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിനാലാണ് എല്ലാവരും വിനായക ഭഗവാനെ ആദ്യം വണങ്ങിയതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള ഏത് മന്ത്രങ്ങളാണെങ്കിലും പൂജകളാണെങ്കിലും വഴിപാടുകളാണെങ്കിലും അതല്ല ഏതൊരു നല്ല കാര്യങ്ങളാണെങ്കിലും തുടങ്ങുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളാണ് ഉള്ളത് എങ്കിലും ആ തടസ്സങ്ങളെയെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കുവാൻ വിനായക ഭഗവാനെ തുടർച്ചയായി വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്ന് അംഗാരക ചതുർത്ഥി എന്ന് പറഞ്ഞു. എന്താണ് അംഗാരക ചതുർത്ഥി? ചൊവ്വാഴ്ചയും ചതുർത്ഥി ദിവസവും ചേർന്നു വരുന്ന ദിവസത്തെയാണ് അംഗാരക ചതുർത്ഥി എന്ന് പറയുന്നത്. ഈ ദിവസത്തിൽ ഗണേശ ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ച് വെച്ച് മനസ്സുരുകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടണം, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകണം, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം എന്ന് നിങ്ങൾക്ക് എന്താണോ പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളത് ആ കാര്യം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് എപ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചുകൊണ്ടോ പീരിയഡ് സമയങ്ങളിലോ ഈ മന്ത്രം ജപിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചു എന്നിരിക്കട്ടെ, കുളി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഏതു സമയത്ത് നമുക്ക് ജപിക്കാമെന്ന് നോക്കാം. ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ ഈ മന്ത്രം ജപിച്ച് കിടക്കാവുന്നതാണ്. വെറും 11 തവണ മാത്രം ജപിച്ചാൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 108 തവണ ജപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ശിവപുത്രനായ ഗണേശ ഭഗവാന് ശിവഭഗവാനാൽ ലഭിക്കപ്പെട്ട ഒരു വരം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഏത് പ്രാർത്ഥനകളാണെങ്കിലും അത് മനുഷ്യരാണെങ്കിലും ദേവാദി ദേവന്മാരാണെങ്കിലും ഗണേശൻ്റെ മുൻപിൽ ചെന്ന് ചതുർത്ഥി ദിവസങ്ങളിൽ ഏത് പ്രാർത്ഥന സമർപ്പിച്ച് മന്ത്രങ്ങൾ ജപിക്കുന്നുവോ അവരുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് തന്നെ ഫലം കണ്ടിരിക്കുമെന്നുള്ള ഒരു വരം ശിവഭഗവാൻ ഗണേശ ഭഗവാന് നൽകിയിരുന്നു. അതുപ്രകാരം ഒരുപാട് കാലങ്ങളായി ദേവാദി ദേവന്മാരും മനുഷ്യരും എല്ലാവരും തന്നെ ഗണേശ ഭഗവാനെ ചതുർത്ഥി ദിവസത്തിൽ വ്രതം അനുഷ്ഠിച്ച് പൂജിച്ചു വരുന്നവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാൻ ഗണേശ ഭഗവാനെ ചതുർത്ഥി ദിവസം വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണോ എന്ന് പലർക്കും സംശയമുണ്ടാകും. കാലാകാലങ്ങളായി സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച് വരുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചില്ല, ഞങ്ങൾക്ക് വ്രതം എടുക്കാൻ സാധിച്ചില്ല എന്നെല്ലാം പറയുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. വിനായക ഭഗവാന്റെ മുൻപിൽ ഒരു ദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ജപിച്ചാൽ മാത്രം മതി. വ്രതം അനുഷ്ഠിച്ച് എങ്ങനെയാണോ വഴിപാട് ചെയ്യുന്നത് അതേ ഫലം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ ഏത് പ്രാർത്ഥന മനസ്സുരുകി ഗണേശ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാൻ പോകുന്നുവോ ഉറപ്പായും നാളെ നേരം പുലരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയതായോ അതല്ലെങ്കിൽ
അല്ലെങ്കിൽ നടന്നു കിട്ടുവാൻ പോകുന്നതിൻ്റെ സൂചനയോ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, മനഃപൂർവമായ വിശ്വാസം മാത്രമാണ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏതൊരു പ്രാർത്ഥനകളും നിറവേറി കിട്ടുകയുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഭഗവാനെ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണെങ്കിലും ആ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ ഗണേശ ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്ന് നമുക്ക് കാണാം. 11 തവണ ജപിക്കേണ്ട ആ വിശേഷപ്പെട്ട ഗണേശ മന്ത്രം ഇതാണ്: ഓം വർവർദ്ധായ വിജയ ഗണപതിയേ നമ. ഓം വർവർദ്ധായ വിജയ ഗണപതിയേ നമ. ഓം വർവർദ്ധായ വിജയ ഗണപതിയേ നമ. ഈ മന്ത്രമാണ് നമുക്ക് ഇന്നു രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ജപിച്ചു കിടക്കേണ്ട മന്ത്രം. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചതുർത്ഥി ദിവസങ്ങളിൽ മാത്രമേ ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളൂ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വിനായക ഭഗവാനെ നിങ്ങൾ എപ്പോഴെല്ലാം വഴിപാട് ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇന്ന് ചൊല്ലാൻ പറഞ്ഞതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസത്തോടു കൂടി വരുന്ന ചതുർത്ഥി ദിവസമായതിനാലാണ്. എല്ലാ ചതുർത്ഥി ദിവസങ്ങളും അങ്കാരക ചതുർത്ഥി ആകണമെന്നില്ല. ഒരു വർഷത്തിൽ 1-2 ദിവസം മാത്രമേ നമുക്ക് അങ്കാരക ചതുർത്ഥി ദിവസമായി ലഭിക്കുന്നുള്ളൂ. അതിനാലാണ് ഈ ചതുർത്ഥി ദിവസത്തിൽ നമ്മൾ വിനായക ഭഗവാനെ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാനായി പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങി ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റി തരുന്നതായിരിക്കും വിനായക ഭഗവാൻ. ഈ മന്ത്രം ജപിക്കുമ്പോൾ നൈവേദ്യം സമർപ്പിക്കേണ്ടേ എന്നെല്ലാം സംശയമുണ്ടാകും. നമ്മുടെ വീടുകളിൽ എന്താണോ കഴിക്കുവാനായിട്ടുള്ളത്, പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കാം, അതല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇങ്ങനെ നമ്മുടെ വീടുകളിൽ എന്താണോ ഉള്ളത് അത് നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രജപമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നന്മകൾ കൊണ്ടുതരുന്ന ഒരു മന്ത്രജപം കൂടിയാണ് ഗണേശ ഭഗവാന്റെ ഈ മന്ത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.